ഹേ വേബ്സ്! അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് വളരെ, വളരെ ഭയങ്കര ശോകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവി പൈറസി. ഈ മൂവി പൈറസി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ടെലഗ്രാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സെറ്റപ്പ് ഒക്കെ മാറി. ഇപ്പം നമുക്ക് ഇറങ്ങുന്ന പ്രിന്റ് മുഴുവൻ 4K HDR പ്രിന്റൊക്കെയാണ് ഇറങ്ങുന്നത്. ആ ബ്ലൂറേ പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള പ്രിന്റുകളാണ് ഇപ്പോൾ ഇറക്കി പുറത്തു വിടുന്നത്. പണ്ട് തിയേറ്റർ പ്രിന്റ് മാത്രമായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഈ HD പ്രിന്റ് ഇറങ്ങുന്നത്? അത് റിലീസായി ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രിന്റൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് മലയാളം സിനിമയ്ക്ക് ഒരു ലഭിച്ചപ്പോൾ തൊട്ടാണ് നമ്മുടെ പടങ്ങളിലെ ടോറന്റ് ഫയലുകൾ വരാൻ ആരംഭിച്ചത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രമായിരുന്നു. അതായത് ആദ്യം കേരളത്തിൽ റിലീസ് ചെയ്യും. പിന്നെ തമിഴ്നാട്ടിലേക്കും പിന്നെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ദുബായിലേക്കൊക്കെ ഇത് കൊടുത്തിരുന്നത്. ഈ ദുബായിലേക്കൊക്കെ പ്രിന്റ് പോയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സിസ്റ്റത്തിൽ ലീക്ക് വരാൻ തുടങ്ങിയത്. ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെ പടത്തിന്റെ HD പ്രിന്റ് ഇറങ്ങി. ഒന്ന് സൂക്ഷ്മദർശിനി, അതിനുശേഷം പുഷ്പ ഇറങ്ങി, അതിനുശേഷം ഇപ്പോൾ മാർക്കോട ഫുൾ HD അതായത് 180pയിലുള്ള നല്ല പ്രിന്റ് ഇറങ്ങി. അതിനുശേഷം ബറോസിന്റെ ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പേ ബറോസിന്റെ പ്രിന്റ് ഇറങ്ങി. അവസാനമായിട്ട് നമ്മുടെ സുരാജേട്ടൻ അഭിനയിച്ച എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന ED എന്ന സിനിമയുടെയും പ്രിന്റ് ഇറങ്ങി. ഇതെല്ലാം ഇറങ്ങിയിരിക്കുന്നത് HD പ്രിന്റ് ആണെന്ന് ഓർക്കണം. തിയേറ്റർ പ്രിന്റ് അല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടുന്ന ഒരു വരുമാന മാർഗം അവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതിന് എല്ലാവരും ഈ പ്രിന്റ് ലീക്ക്ഡ് പ്രിന്റ് കാണുന്നവരല്ലല്ലോ, തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിയേറ്റർ പ്രിന്റ് മാർക്കറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ അവരൊരു കമ്മ്യൂണിറ്റിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ പ്രിന്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈ പ്രിന്റ് എപ്പോൾ ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നവർ. ഇപ്പൊ ടോറന്റിന്റെ ഒക്കെ ഒരു ഫോറത്തിൽ പോയി അവിടുത്തെ ചാറ്റ് ഹബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം മെസ്സേജുകളാണ് അവിടെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ആരും ട്രൈ ചെയ്യാറില്ല. അത് മാത്രമല്ല, ഈ തിയേറ്റർ പ്രിന്റ് കാണുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരാണ്? ഒന്ന്, വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്നത്, അതായത് കൂട്ടുകാരൊന്നും ഇല്ലാതെ തിയേറ്ററിൽ പോയി കാണാൻ പടം ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ ഇൻട്രോവേർട്ടുകൾ ഉണ്ടാവും. ഇവരെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് തിയേറ്റർ പ്രിന്റ് ആയിരിക്കും. പിന്നെ ഈ HD ഇറങ്ങിയ സാഹചര്യത്തിൽ വീട്ടുകാരായിട്ട് തിയേറ്ററിൽ പോയി ഇടിയുണ്ടാക്കി കാണേണ്ട അവസ്ഥയില്ല. ഫാമിലിയൊക്കെ നല്ല രീതിക്ക് ഇത് സ്വാധീനിക്കും. കാരണം HD പ്രിന്റ് ആണ്. ടിവിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർക്ക് ആസ്വദിക്കാൻ സാധിക്കും. സോ ആ ഉള്ള ഒരു കാറ്റഗറി ആൾക്കാരെ ഇത് ഫോക്കസ് ചെയ്താണ് ഇവന്മാർ ഇങ്ങനത്തെ പ്രിന്റ് ഇറക്കി വിടുന്നത്. പ്രിന്റ് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ പോലും ഇത്രയും നല്ല പ്രിന്റ് ഇറങ്ങിയാലോ ഇനി എന്തിനാ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ 1% മാത്രമായിരിക്കും വീണ്ടും തിയേറ്ററിലേക്ക് ഓടിപ്പോകുന്നത്. സിനിമാ വ്യവസായത്തെ ഇത് പൂർണ്ണമായും തകർക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി പറയാനുള്ളത്, തിയേറ്റർ പ്രിന്റ് ഇറക്കുന്നതിൽ വലിയൊരു ബിസിനസ് സാധ്യതയുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വൺ എക്സ് ബെറ്റ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് അറിയണം. അതൊരു റഷ്യൻ കമ്പനിയാണ്. നിങ്ങളിപ്പോൾ എത്ര തിയേറ്റർ പ്രിന്റ് എടുത്ത് നോക്കിയാൽ പോലും വൺ എക്സ് ബെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആഡ് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ ഈ ഒരു ആഡ് വരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവന്മാരുടെ ആഡ് എല്ലാ സിനിമകൾക്കും ഉണ്ടാവും. ഇവന്മാർ ഈ ആഡ് എങ്ങനെ വരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിൽ പോയിരുന്ന് ഷൂട്ട് ചെയ്യുന്നവർക്ക് ഒരു ഫണ്ടിങ് വേണം. അതായത് ഒരു പണിയില്ലാത്തവന്മാരല്ല ശരിക്കും തിയേറ്ററിൽ പോയിരുന്ന് പ്രിന്റ് ഷൂട്ട് ചെയ്തെടുക്കുന്നത്. അത് ചെയ്യുന്നവന്മാർക്ക് വ്യക്തവും ശക്തവുമായ ഒരു ഉദ്ദേശമുണ്ട്. മാത്രമല്ല ഇതുവഴി അവന്മാർക്ക് കുറേ പൈസയും കിട്ടും. അതായത് അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആരാണ്? അതാണ് ഈ വൺ എക്സ് ബെറ്റ്. ഈ റഷ്യൻ കമ്പനിയായ വൺ എക്സ് ബെറ്റ് ആണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്. ആ പ്രിന്റ് ഇറക്കിയതിന് ശേഷം ആ പ്രിന്റിൽ ആകെ അവർക്ക് കിട്ടേണ്ട ഒരു കാര്യം അവരുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ മാത്രമാണ്. അതായത് കുറച്ച് പരസ്യങ്ങൾ ആ പടത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ വൺ എക്സ് ബെറ്റിന്റെ ഒരു ലോഗോയും മാത്രം, ഇത്രയും വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയാണ് അവര് ഇതിനു വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്നത്. ഷൂട്ട് ചെയ്യുന്നവർക്ക് വലിയൊരു രൂപ കിട്ടുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് വേറെ തരത്തിൽ പൈസ കിട്ടുന്നു. അങ്ങനെ വൺ എക്സ് ബെറ്റ് എന്ന ബ്രാൻഡിനെ അവർ വലിയ രീതിയിൽ വളർത്തുന്നു, അതും തിയേറ്റർ പ്രിന്റിലൂടെ. ശരിക്കും വൺ എക്സ് ബെറ്റ് എന്ന് പറഞ്ഞ ഇല്ലീഗൽ ആപ്പിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ബ്രാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് മാർക്കറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒറ്റപ്പെട്ട ആളുകളിലേക്കാണ്. വൺ എക്സ് ബെറ്റിന്റെ പരസ്യം കാണുമ്പോൾ നമുക്കും ഇത് ചെയ്തു നോക്കാം. അതായത് തിയേറ്റർ പ്രിന്റ് കാണുന്നവരിലേക്ക് ഇതെത്തുമ്പോൾ അവർക്ക് ചെയ്ത് ചെയ്യാനുള്ള ത്വര മറ്റുള്ളവർക്കാർ കൂടുതലായിരിക്കും. തിയേറ്ററിൽ പോയി പടം കാണുന്നവരല്ല, ഒറ്റപ്പെട്ട് വീട്ടിൽ താമസിക്കുന്ന, അത്യാവശ്യം പൈസയുണ്ട് പക്ഷെ തിയേറ്ററിൽ പോകാൻ കൂടെ ആരുമില്ല, അങ്ങനെ വൈബുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ വൺ എക്സ് ബെറ്റിലേക്ക് ഇറങ്ങും. അങ്ങനെ കമ്പനിക്കും ലാഭം. അവർക്ക് പരസ്യം കൊടുത്താൽ മാത്രം മതി. ഒരൊറ്റ പ്രിന്റിലായിരിക്കും അവർ പരസ്യം കൊടുക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതോ പതിനായിരം, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകളായിരിക്കും.
അങ്ങനെ അവർക്കിത് ഫോക്കസ് ചെയ്ത് ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. കുറച്ച് നാൾ മുമ്പ് വരെ തിയേറ്റർ പ്രിന്റ് ആയിരുന്നു ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ലീക്കാവുന്ന മുഴുവൻ HD പ്രിന്റാണ്. അത് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കും. ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് നമ്മുടെ. പക്ഷേ നമ്മളിവിടെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിലും സൗത്തിലുള്ള ആളുകളായിരിക്കാം നമ്മുടെ പ്രിന്റ് ലീക്ക് ചെയ്യുന്നതാണ്. പക്ഷേ തമിഴ് റോക്കേഴ്സൊക്കെ ഈ സീൻ വിട്ടിട്ട് കുറേ കാലമായി. അവരൊന്നും അല്ല ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് 1xBet ആണ്. ഇവരെ പിടിക്കാനൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല. കാരണം റഷ്യൻ കമ്പനിയാണ്. അവിടെ പോയി അവരോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പൊന്നും നമുക്കെന്തായാലും തൽക്കാലം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എവിടെ നിന്നാണ് നമ്മുടെ പ്രിന്റുകൾ ലീക്ക് ആകുന്നത് എന്ന് നോക്കാം. തിയേറ്റർ പ്രിന്റ് ആണെങ്കിലും HD പ്രിന്റ് ആണെങ്കിലും ഒരു സെപ്പറേറ്റ് കോഡ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ മാർക്ക് ഓരോ പ്രിന്റിലും കൊടുത്ത് ഓരോ റീജിയനിലേക്കും അയക്കുക. അങ്ങനെയാണെങ്കിൽ ലീക്ക് ആവുന്ന പ്രിന്റിലെ കോഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ലീക്ക് ആവുന്നത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അതല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ടോ നിങ്ങൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരൊക്കെ ഉണ്ടോ കൂട്ടിയാൽ കൂടുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ മുന്നോട്ടുള്ള ഒരുപാട് ബിഗ് ബഡ്ജറ്റ് പടങ്ങളുണ്ട്. ഇതിനെല്ലാം സാരമായിട്ട് ഈ പ്രിന്റുകൾ ബാധിക്കും. ഇതിലൂടെ പൈസ ഉണ്ടാക്കുന്നത് ആകെ 1xBetഉം പിന്നെ അത് ഷൂട്ട് ചെയ്യുന്നവന്മാരും ഇനി തിയേറ്റർ ഓണേഴ്സൊക്കെ ആയിരിക്കാം. ഇത് ലീക്ക് ചെയ്യാൻ സഹായിക്കുന്ന തിയേറ്റർ ഓണേഴ്സ് അവർക്കൊക്കെയാണ് ഇതുകൊണ്ട് ലാഭം ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഈ ഒരു സംഭവം കൊണ്ട് വേറെ ആർക്കും ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിയെ മാക്സിമം തകർക്കാൻ പറ്റുന്ന രീതിയിൽ 1xBet എന്ന കമ്പനിക്ക് തകർക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെതിരെ ശക്തമായി പോരാടാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെതിരെ ശക്തമായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ കണ്ണു തുറക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ 1xBetനെ കുറിച്ച് ആരും അങ്ങനെ സംസാരിച്ച് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതും ഈ പൈറസി വിഷയത്തിൽ 1xBetനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അത് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ്. 1xBetഉം ഈ തമിഴ് റോക്കേഴ്സ് അല്ലെങ്കിൽ മൂവി ടോറൻറ്റും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണ്? ഇത് ഒരുപാട് കളികൾ ഇതിൻ്റെ പുറകിലുണ്ടാകും. മെയിനായിട്ട് 1xBet ഉപയോഗിക്കുന്നത് ഫണ്ടിങ് ആണ്. അവർ ഫണ്ട് ചെയ്യുന്നു, അവരുടെ പ്രോഡക്റ്റ് എടുക്കുന്നു, അവർ മാർക്കറ്റ് ചെയ്യുന്നു. അവർക്ക് ഈ സിനിമ കൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. പക്ഷേ അവർക്കത് വെച്ച് വലിയൊരു വൈഡായിട്ട്, അതായത് വേൾഡ് വൈഡായിട്ടൊരു മാർക്കറ്റ് കിട്ടും ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരിലൂടെ. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അവർ ഫണ്ട് ചെയ്തിട്ട് HD പ്രിന്റ് വരെ ഇറക്കി നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ എന്നല്ല വേൾഡ് വരെയുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും തകർക്കുന്നു. ഇതിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത്യാവശ്യം കളക്ഷൻ കിട്ടുന്ന പടമായിട്ട് മാറും. പക്ഷേ ഒരു മലയാളം പടത്തിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡായിട്ടുള്ള മാർക്കറ്റ് നോക്കിയാണ് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇറക്കുന്നത്. ആ ഒരു ബഡ്ജറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും വലിയ വലിയ ബിഗ് പ്രോജക്റ്റുകൾ നമ്മളിൽ നിന്ന് വരാതെ ആവും. നമ്മൾ ചെറിയ ഇൻഡസ്ട്രി ആയിട്ട് ഒതുങ്ങിപ്പോവും. പക്ഷേ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി സ്വീകരിച്ചേ മതിയാവും. സോ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെതിരെ പോരാടുക ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ കുറിച്ച് പറയാനുള്ളത്. മൂവി പൈറസിയും 1xBetഉം ഇത് വലിയൊരു ചതിയാണ് ആക്ച്വലി. ഇതവർ ചതിയിലൂടെ കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യമാണ്. ഇപ്പോൾ ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് മാത്രമാണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രികളൊക്കെ ഒരു 2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ പുഷ്പയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പുഷ്പയുടെ ലീക്ക്ഡ് പ്രിന്റ് ഇറങ്ങിയിട്ട് പോലും, അത് ക്വാളിറ്റി പ്രിന്റ് ഇറങ്ങിയിട്ട് പോലും അതിൽ ആ ഒരു സാധനം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 1700 കോടിയോളം അത് കളക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ മലയാളം പടത്തിൻ്റെ പ്രിന്റ് ഇറങ്ങിയാലുള്ള അവസ്ഥ അങ്ങനെയല്ല. അത് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടും. സോ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇതിനെതിരെ പോരാടുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നവരേക്കും HB മഹേഷ് സൈനിങ് ഔട്ട്.